ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ഇത് പലപ്പോഴും ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ BP ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെഡിക്കൽ ക്യാമ്പുകളിലോ അല്ലെങ്കിൽ ആശുപത്രികളിൽ വെറുതെ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ ഒരു വ്യക്തി ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രഷർ കാണുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി കൂടിയിരിക്കുന്നു, കുറച്ച് കൂടുതലാണ് അല്ലെങ്കിൽ കുറച്ചേറെ കൂടുതലാണ്, അയ്യോ ഇത് കുറച്ച് സിവിയർ ആണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് BP ഉള്ള ഒരു പേഷ്യന്റിനെ 3 ഘട്ടങ്ങളിലായിട്ട് 3 സ്റ്റേജസിലായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നോർമൽ BP എന്ന് പറയുന്നത് 120/80. അതാണ് ഒരു നോർമൽ ഹെൽത്തി അഡൽട്ടിന്റെ BP. പ്രായം കുറയുന്നതനുസരിച്ച് കുറയുകയും പ്രായം കൂടുന്നതനുസരിച്ച് ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ വരാം. അപ്പോൾ 120/80 നിന്ന് ഒരു 10, അതായത് സംവെയർ നിയർ 130 to 85 അല്ലെങ്കിൽ ബിലോ 90 വരെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഒരു മൈൽഡ് ഹൈപ്പർ ടെൻസീവ് എന്ന് പറയാം. ആ ഒരു കണ്ടീഷനിൽ ചികിത്സ വേണമെന്ന് വേണ്ടി വരില്ല ചിലപ്പോൾ. ജസ്റ്റ് കുറച്ച് ലൈഫ് സ്റ്റൈലിലെ മാറ്റങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതിയിലെ മാറ്റങ്ങളോ ചെറിയ ചെറിയ വ്യായാമങ്ങളോ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചികിത്സ കൂടാതെ തന്നെ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിലെ BP നമുക്ക് ഹൈപ്പർ ടെൻഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്നാൽ 90+ നമ്മൾ താഴത്തെ വാല്യൂ 90+ഉം മേലത്തെ വാല്യൂ സംവെയർ നിയർ 130 to 140 അല്ലെങ്കിൽ 140ക്ക് അടുപ്പിച്ചൊക്കെ നിൽക്കുവാണെങ്കിൽ നമ്മൾ അതിന് സ്റ്റേജ് 2 BP എന്നാ പറയുക, ഹൈപ്പർ ടെൻഷൻ എന്നാ പറയുക. ഇത്തരത്തിൽ ആ ഒരു റേഞ്ചിൽ ഹൈപ്പർ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ അത് ചികിത്സിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. നാട്ടുവൈദ്യം പോലെ അല്ലെങ്കിൽ ചെറിയ ചെറിയ ലോക്കൽ റെമഡീസ് യൂസ് ചെയ്ത് അത് മാനേജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്താൽ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധാരണയിൽ മുന്നോട്ട് പോകാൻ പാടില്ല. അവിടെ ചികിത്സ മാൻഡേറ്ററി ആയിട്ട് എടുക്കേണ്ടതാണ്. പിന്നെ എപ്പോഴാണ് നമ്മൾ അലാംഡ് ആകേണ്ടത്? ഈ 90+ BP നമുക്ക് വരികയാണ്, താഴത്തെ വാല്യൂ 90+ വരുവാണപ്പോൾ നമ്മൾ ചികിത്സ തേടുന്നു. ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ചികിത്സ തേടാതിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും 100 ലെവൽ വരെ ഒരാളുടെ BP വന്നാൽ അതൊരു ക്രൈസിസ് സ്റ്റേജ് ആണ്. ഉറപ്പായിട്ടും നമ്മൾ ആക്സിഡന്റലി ആണെങ്കിൽ പോലും ഒരു വ്യക്തിയുടെ BP നോക്കുമ്പോൾ താഴത്തെ വാല്യൂ 100 എത്തുവാണെങ്കിൽ ആ വ്യക്തിയെ ഹോസ്പിറ്റലൈസ് തന്നെ ചെയ്യണം. എന്നുവെച്ചാൽ ആ വ്യക്തിയുടെ പല അവയവങ്ങളും ഇൻ ഡേഞ്ചർ ആണ്. അപ്പം അങ്ങനെ ഹോസ്പിറ്റലൈസ് ചെയ്ത് ഭയപ്പെടാൻ വേണ്ടിയല്ല, എന്നാലും ഹോസ്പിറ്റലൈസ് ചെയ്തിട്ട് ബാക്കിയുള്ള ടെസ്റ്റുകൾ, ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നടത്തി ആ വ്യക്തിയുടെ ആരോഗ്യം പൂർണ്ണമായിട്ടും ഒരു ചെക്കപ്പ് നടത്തി അസസ് ചെയ്ത് പ്രോപ്പറായിട്ട് മെഡിക്കേഷൻസ് എടുത്ത് മരുന്നുകൾ എടുത്ത് അത് ട്രീറ്റ് ചെയ്യേണ്ടതാണ്.